ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് സിപിഎമ്മും കോൺഗ്രസും. പാലക്കാടും ചേലക്കരയും സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലാണ്. പാലക്കാട് കോൺഗ്രസിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ, വി.ടി. ബൽറാം, പി. സരിൻ എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ളത്. ചേലക്കരയിൽ രമ്യ ഹരിദാസ്, കെ. തുളസി, വി.പി. സജീന്ദ്രൻ എന്നിവർക്കാണ് സാധ്യത. സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടുത്തയാഴ്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് വിവരം. ആർ റോഷിപാലും ആർ ശ്രീജിത്തും നൽകും വിവരങ്ങൾ. റോഷിപാലിലേക്കാണ് ആദ്യം. റോഷിപാൽ, പാലക്കാടും ചേലക്കരയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ രണ്ട് മണ്ഡലങ്ങളാണ്. അവിടെ ആരുടെയൊക്കെ പേരുകളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരും ചേലക്കരയിൽ രമ്യ ഹരിദാസിന്റെ തന്നെ പേരുമാണ് സജീവ പരിഗണനയിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത, ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലം, ഒപ്പം പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങൾ, ഇവിടെ കോൺഗ്രസ് നേതൃത്വം വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ 1.5 മാസക്കാലമായി ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ KPCCയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. സർവേയുടെ സഹായത്തോടെയാണ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് കോൺഗ്രസ് നേതൃത്വം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ തൃക്കാക്കര ഒപ്പം പുതുപ്പള്ളി മാതൃകയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സാധ്യതാ പട്ടിക തയ്യാറാക്കുകയും ചെയ്തത്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, KPCC ഉപാധ്യക്ഷൻ വി.ടി. ബൽറാം അടക്കമുള്ള നേതാക്കളുടെ പേരുകൾക്കാണ് പ്രഥമ പരിഗണന. ഒപ്പം തന്നെ KPCC ഡിജിറ്റൽ വിഭാഗം മേധാവി പി. സരിൻ, മുൻ MLA അച്യുതൻ്റെ മകൻ സുമേഷ് അച്യുതൻ ഉൾപ്പെടെയുള്ള പ്രധാന യുവ നേതാക്കളെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കുന്നു. ചേലക്കര മണ്ഡലത്തിലാകട്ടെ നേരത്തെ MP ആയിരുന്ന രമ്യ ഹരിദാസിൻ്റെ പേരിനാണ് പ്രഥമ പരിഗണന. ഒപ്പം തന്നെ KPCC ഉപാധ്യക്ഷനായ വി.പി. സജീന്ദ്രൻ, കെ. തുളസി അടക്കമുള്ള നേതാക്കളുടെ പേരും ചേലക്കര മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രാധാന്യത്തോടെ തന്നെ പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ഇന്നോ നാളെയോ KPCC നിയോഗിച്ച സർവേ ഏജൻസി അവർ റിപ്പോർട്ട് കൈമാറും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മാത്രമേ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുകയുള്ളൂ. നേരെ മറിച്ച് അതിന് മുന്നേ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി പാലക്കാട് KPCC ജനറൽ സെക്രട്ടറി മുത്തലിബിനും, ഒപ്പം ചേലക്കര മണ്ഡലത്തിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്, ഒപ്പം KPCC ഉപാധ്യക്ഷൻ വി.പി. സജീന്ദ്രൻ എന്നിവർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ശരി, ഏതായാലും ഇപ്പോൾ പാലക്കാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, KPCC വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം, പി. സരിൻ തുടങ്ങിയവർക്ക് തന്നെയാണ് സാധ്യത എന്നാണ് ആർ റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ചേലക്കരയിൽ രമ്യ ഹരിദാസ്, മുൻ MP, കെ. തുളസി, വി.പി. സജീന്ദ്രൻ എന്നിവർക്കാണ് സാധ്യത.